ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അച്ചു. ലച്ചുവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഐഡിയയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ ഫ്ലാറ്റിൽ, ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എൻ്റെ മുകളിൽ ഞാൻ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാൻ പറ്റുമോ നോക്കുമ്പോൾ എനിക്ക് തോന്നിയ 2 ചെറിയ ഐഡിയകളാണ്. അതിലൊന്ന് കുട്ടിയുടെ ഷട്ടിൽ ബാറ്റ്, പണ്ട് കൊച്ചു കളിച്ചിരുന്ന ഷട്ടിൽ ബാറ്റും, പിന്നെ ഒന്ന് കിട്ടിയത് അക്വേറിയത്തിലുണ്ടായിരുന്ന കുറച്ച് കളറുള്ള കല്ലുകളാണ്. ഈ 2 വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ തരാൻ പറ്റുക എന്നുള്ളത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ളത്. എന്നാൽ കൂടിയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഞങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആദ്യമേ ഞാനൊരു മത്തങ്ങയുടെ പലഹാരത്തിൻ്റെ വീഡിയോ ആണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ പറയാണ്, എൻ്റെ പേര് അച്ചു എന്നുള്ളത് വീട്ടിൽ വിളിക്കുന്നതാണ്. ശരിക്കും പേര് സമിത എന്നാണ്. എൻ്റെ മകളുടെ പേര് ലച്ചു എന്നാണ്. ലച്ചുവിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ അത്. ശരിക്കുള്ള പേര് വൈകാലക്ഷ്മി എന്നാണ്. ലച്ചു ഇനി 4ാം ക്ലാസ്സിലേക്കും. ഞാൻ ഒരു ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്ഥലം ആളൂരാണ്. അമ്മയും മകളും മാത്രമുള്ളൂ ഇവിടെ. വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനും കൂടി കൂട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ. ഇനി ഞാൻ കുറച്ച് ഈ ഐഡിയകളെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് ഈ ഷട്ടിൽ ബാറ്റ് പണ്ട് ലച്ചു കളിച്ചിരുന്ന ഷട്ടിൽ ബാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകും എന്നുള്ളത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്. പിന്നെ ഇത് നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്. തിങ്കൾ തൊട്ട് ശനി വരെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് ഇരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യണം. ഓഫീസിൽ ഫ്രീ ടൈമിൽ എന്ത് കണ്ടൻറ്റ് കൊണ്ടുവരണം, എന്ത് പുതിയ ഐഡിയകൾ കൊണ്ടുവരണം എന്നൊക്കെ ചിന്തകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ആദ്യത്തെ ചാനലാണ്, ആദ്യത്തെ ചാനലാണ്. അതുമാത്രമല്ല, എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടും എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, ഞങ്ങൾക്കൊന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ക്ഷമിക്കുക. കുറച്ച് വെപ്രാളമുണ്ട്, കാരണം ആദ്യമായിട്ടാണ് റെക്കോർഡ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത്. ഫസ്റ്റ് ഇത്ര ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയാൻ ഞങ്ങളുടെ കമൻറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനകത്ത് അഭിപ്രായം പറയാം കേട്ടോ. എന്നെയും മകളെയും സപ്പോർട്ട് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യുക. ഞങ്ങളുടെ വ്യൂസ് പോകുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പൂക്കളൊന്നും വെട്ടാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ലച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച തലയിൽ വെക്കണ ഒരു ബാൻഡിൻ്റെ ഹെയർ ബാൻഡ് പോലത്തെ ഒരു സംഭവത്തിൻ്റെയാണ് കേട്ടോ ആ പൂക്കൾ ഞാൻ വെട്ടി വെക്കണത്. അപ്പോൾ അതിൽ ആ അതുമ്പോൾ തന്നെ കമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ എക്സ്ട്രാ കമ്പി വെച്ച് പൂ റെഡിയാക്കേണ്ട ആവശ്യമുണ്ടായില്ല. കുറച്ചുകൂടി എളുപ്പമായി എനിക്ക് പണി. ആ പൂക്കൾ അതൊന്ന് വെട്ടിയെടുത്തിട്ട് ഞാൻ ഈ ഷട്ടിൽ ബാറ്റും ആദ്യം തന്നെ ഒന്ന് ഭംഗിയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഷട്ടിൽ ബാറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കി വൃത്തിയാക്കി തരാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും എന്താണോ ഇത്ര വലിയ സംഭവം. അത്ര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, നിസ്സാര കാര്യങ്ങളാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എന്തിട്ട് ചെയ്യാൻ പറ്റാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ലച്ചുവിൻ്റെ ഒരു ക്ലിപ്പ് കിട്ടി എനിക്ക്. അത് ബട്ടർഫ്ലൈയുടെ പോലത്തെ ആയതുകൊണ്ട് തന്നെ പൂക്കളാണല്ലോ. അപ്പോൾ ഒരു തീമിൽ ഞാൻ ആ ബട്ടർഫ്ലൈയും കൂടി ഫിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിനൊന്ന് ആകർഷകമാക്കണം. അതായത് ബാറ്റ് ഒന്ന് മങ്ങിയ കളറാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ വൈറ്റ് ഷെയ്ഡ് കൊടുക്കാം എന്ന് കരുതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലവർക്ക് അവരുടെ ഫേവറേറ്റ് കളേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പം എനിക്ക് വൈറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നു, വൈറ്റായിരുന്നു കേട്ടോ. വൈറ്റാണ് ഇഷ്ടം ആയത്, അതായത് വൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് പെയിൻറ്റുകളൊക്കെ നോക്കിയപ്പോൾ ലച്ചു എല്ലായിടത്തും കളിച്ച് അതെല്ലാം കട്ട പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഈ വൈറ്റ് മാത്രമേ നാളെ തൊടാതിരുന്നുള്ളൂ. അതുകൊണ്ട് വൈറ്റ് കളർ കിട്ടി. അങ്ങനെ ഞാൻ ഇത് കിട്ടിയ കളർ എടുത്തിട്ട് വൈറ്റ് അടിച്ചു. പിന്നെ റോസ് പൂവാണല്ലോ, അപ്പോൾ റോസും വൈറ്റും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി, അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് എടുത്തിട്ട് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ ബ്രഷൊക്കെ എടുത്ത് വൈറ്റ് കളറൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇടയിൽ ചെറുതായിട്ട് പെയിൻ്റൊക്കെ താഴത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളും ഞാൻ എന്ത് ചെയ്തു, ഈ വൈറ്റ് പെയിൻറ്റ് വെച്ച് ഇങ്ങനെ കളർ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഇനി വൈറ്റ് വേണ്ട ബ്ലാക്ക് വേണമെങ്കിലോ അല്ലെങ്കിൽ അതിപ്പോൾ കോൺട്രാസ്റ്റ് കളേഴ്സ് പോലെയോ കുറേ കളർ മിക്സ് ചെയ്തോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ.
ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉള്ള കളർ ഇതായതുകൊണ്ട് ഞാനത് മാത്രം ചെയ്തു. ഇനി കളറെല്ലാം കഴിഞ്ഞ് ഇനി ഇതിൽ കൂടുതൽ ഇതുമ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. മുത്തൊട്ടിച്ച് പല പല ഗിൽറ്റ് കല്ലുകൾ ഇതൊക്കെ ഒട്ടിച്ച് ഒന്നും കൂടി ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ ഹാങ്ങിങ്സ് വരുത്താം. ഇങ്ങനെ തൂക്കിയിടുന്ന തരത്തിൽ ഇതിനെ മാറ്റിയെടുക്കാം. പിന്നെ മുകളിൽ അങ്ങനെ ഇതിപ്പോൾ കുറേ ഐഡിയാസ് ഉണ്ട് കേട്ടോ ഈ ഷട്ടിൽ ബാറ്റുമ്മ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റം മാത്രമല്ല, അല്ലാണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. പയ്യെ പയ്യേനെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കളറുകളെല്ലാം കൊടുത്ത് ഫൈനൽ ടച്ച് ബട്ടർഫ്ലൈയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ ഇതായി. പിന്നെ ഇത് ഉണങ്ങണം കേട്ടോ. പെയിൻറ്റ് അടിച്ച് പറഞ്ഞാൽ തന്നെ നിങ്ങൾ എടുക്കണ്ട. എൻ്റെ കയ്യിലൊക്കെ മൊത്തം പെയിൻ്റായിട്ട് കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങി കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്ത ഐറ്റം റെഡിയായി. ഇതാണ് ഐറ്റം. ഞാൻ കമ്മലുകളൊക്കെ തൂക്കിയിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കമ്മലുകൾ എടുക്കാനും അതുപോലെ കമ്മലുകളുടെ മുത്ത് കല്ലൊക്കെ പോവാതിരിക്കാനും ഈ സ്റ്റാൻഡ് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കമ്മലുകൾ കുറച്ച് കളക്ഷനാണ് കേട്ടോ ഇത്. ഇനി അടുത്ത ഐറ്റം എന്താണെന്നുള്ളത് ഈ സ്റ്റോൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു എൻ്റെ ചിന്തയായിരുന്നു. അപ്പോൾ അടുത്തത് ഈ സ്റ്റോണുകൾ എടുത്ത് വെച്ചു. പിന്നെ ഇതൊരു സ്പ്രേയുടെ കുപ്പിയാണ് കേട്ടോ. ചെറിയൊരു സ്പ്രേയുടെ കുപ്പി. അതിൻ്റെ മുകളിലത്തെ സംഭവങ്ങളൊക്കെ കളഞ്ഞു ഞാൻ. എന്നിട്ട് കുപ്പി മാത്രം എടുത്തു. പിന്നെ ഇത് ഫ്ലെക്സ് ഒട്ടിക്കുന്ന ഗമ്മാണ്. ഫ്ലെക്സിൻ്റെ ഗമ്മ് 45 രൂപയ്ക്കുള്ളൂ കേട്ടോ. അതും ഇതെങ്ങനെ നമ്മുടെ ചില്ല് പ്ലാസ്റ്റിക് ഇതെല്ലാം ഒട്ടും. ചെരുപ്പ് ഒക്കെ ഒട്ടണതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് ലച്ച് നശിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അറിയാണ്ട് വീണ് പൊട്ടുമ്പോഴോ അല്ലെങ്കിൽ ചെരുപ്പ് പൊട്ടുമ്പോഴൊക്കെ ഇത് എപ്പോഴും ഉപകാരപ്പെടുന്ന കാര്യം. അതുകൊണ്ട് ഇത് എൻ്റെ വീട്ടിലെപ്പോഴും സ്റ്റോക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്ലാസിൻ്റെ ഇതായത് കൊണ്ട് തന്നെ ഗ്ലാസ്സുമ്മ അങ്ങനെ പെട്ടെന്ന് എല്ലാ ഗമ്മും മീൻസ് പശയും ഒട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഫ്ലെക്സ് ഗമ്മ് വെച്ചിട്ടൊന്ന് നോക്കിയപ്പോൾ കല്ല് ഒട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ നമ്മുടെ ഈ പെർഫ്യൂമിൻ്റെ കുപ്പിയുമേ ചുറ്റിനും ഈ ഫ്ലെക്സ് ഗമ്മ് ഒഴിച്ച് കൊടുത്തിട്ട് ഓരോ കളേഴ്സ് ഒട്ടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ പോയി തപ്പിയപ്പോൾ ഇത്രേ കളേഴ്സ് കിട്ടിയുള്ളൂ. ഏത് കല്ലിൻ്റെ ഇത്രേ കളേഴ്സുള്ളൂ. ഇത് ഡിഫറെൻ്റായിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യാണ്ട് ഒറ്റ കളർ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു വരിയിൽ ഒരു കളറ്, അടുത്ത വരിയിൽ രണ്ടാമത്തെ ഇത്. പിന്നെ ഇതിനൊരു റിസ്ക് എന്താണെന്നറിയോ, കല്ലായതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഒരു ഷേപ്പല്ലായിരുന്നു. അപ്പം അത് കുറച്ച് നമുക്കൊരു ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പ് വരാതെ ഫില്ല് ചെയ്ത് ഒട്ടിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇത് പലതും പല ആകൃതി, പല വലിപ്പം, പല ഷേപ്പ്, പല രീതിയിലിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ കുറച്ചൊന്ന് അടുപ്പിച്ച് ഗ്യാപ്പ് ഇല്ലാണ്ട് ഒട്ടിച്ചാൽ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതില്ലെങ്കിൽ വല്ലാണ്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ കല്ലാണെങ്കിൽ അതൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തും, ചെറിയ കല്ലുകളും പിന്നെ വലിയ കല്ലുകൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അത് കുഞ്ഞു കല്ലുകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മൾട്ടി കളേഴ്സ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കളറുകൾ ഇങ്ങനെ മാറ്റി ഒട്ടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത ആ ക്രാഫ്റ്റില്ലേ, ഏത് ഷട്ടിൽ ബാറ്റിൻ്റെ ക്രാഫ്റ്റ്, അത് ഞാൻ സൈഡിൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. എന്നിട്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് നോക്കി. അങ്ങനെ ഓരോ കല്ലുകളും ഗ്യാപ്പ് നോക്കി ഫില്ല് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. ഞങ്ങളുടെ ഈ കുട്ടി ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ഇടണം നിങ്ങളെല്ലാവരും, അതുപോലെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇനി തുടരെ എൻ്റെ ലച്ചുൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം കേട്ടോ. ഞാൻ പകുതി പൂർത്തീകരിച്ചു, ഇനി കുറച്ചുകൂടി ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടി മകൾ വന്നിട്ട് ഒരു കുട്ടി സാധനം തല ഒടിഞ്ഞു പോയേ അമ്മ എന്ന് പറഞ്ഞ് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഗമ്മൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാൻ പറ്റുന്നുള്ള എൻ്റെ ഒരു വിശ്വാസമാണ്. ഫ്ലെക്സ് ഗമ്മ് അതെല്ലാത്തിനും ഞാൻ പറയാം ഇവിടെ സ്റ്റോക്കാന്നുള്ളത്. അതുപോലെ ഞാനത് ഒട്ടിക്കാൻ നോക്കി, കൃത്യമായിട്ട് ഒട്ടി. അത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ആ ലച്ചുവിൻ്റെ കിൻഡർ ജോയിൽ കിട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാൻ പറഞ്ഞിട്ട്. അതും ഞാൻ ഇടയിൽ ഒട്ടിച്ച് കൊടുത്തു. ആളും ഹാപ്പിയായി. ആളും മിണ്ടാണ്ടാണ് വന്നത്. കാരണം ഞാനിവിടെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ അത് വന്നിട്ട് വാങ്ങിച്ചിട്ട് പോണു. നമ്മളിത് നമ്മുടെ പണി വീണ്ടും തുടങ്ങി. വീണ്ടും ബാക്കിയുള്ള കല്ലുകളെല്ലാം ഒട്ടിച്ച്
കൊടുത്തു. അത് മുകളിൽ വരെ ഒട്ടിക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ഈ ഗമ്മ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാം, കുട്ടികളൊന്നും അധികം അങ്ങോട്ട് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ പൊള്ളും, ചിലപ്പോൾ നന്നായിട്ട് ഒട്ടും കൈ ശരിക്കും. അപ്പോൾ അത് പേരൻസ്, ഇപ്പോൾ കുട്ടികളിത് കണ്ടിട്ട് അവർ ഇത് ചെയ്യാൻ പോവുകയാണെങ്കിൽ പേരൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം, ആ പശയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം അത് കൈമിരുന്ന് വല്ലാണ്ട് പൊള്ളണ ഒരു ഫീലിങ്സും, അതുപോലെ തന്നെ അത് വല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കൈ വല്ലാണ്ട് ഒട്ടിപ്പോവും, അങ്ങനെ ഒരു ഇതുണ്ട്. തൊലി വരെ പൊളിഞ്ഞു പോകുന്നൊരു ഇതാട്ടോ. അപ്പോൾ അത് ഇത്തിരി ശ്രദ്ധിക്കാം. ഞാൻ ഇതേ ഫുൾ ഒട്ടിച്ചു. ലാസ്റ്റ് മുകളിൽ വന്നപ്പോൾ ഞാൻ മഞ്ഞ മാത്രം ഫില്ല് ചെയ്തു കേട്ടോ. കാരണം ബാക്കിയുള്ള കളേഴ്സുകൾ എനിക്കെന്തോ മഞ്ഞയിൽ അങ്ങോട്ട് കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആയ പോലെ തോന്നി. അപ്പോൾ ഞാൻ വെച്ചാൽ മുകളിൽ മാത്രം ഒരേ കളറ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മഞ്ഞ മാത്രം മുകളിൽ വെച്ചു, ബാക്കിയെല്ലാം വെവ്വേറെ കളറ്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇതാണ് ഇതിൻ്റെ ലുക്ക്. നോക്കി നിങ്ങൾ, ശരിക്കും സൺലൈറ്റ് അത് മടിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കല്ലുകൾ മൾട്ടി കളേഴ്സ് ആയിക്കൊണ്ടേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നൈറ്റ് എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കേട്ടോ ഇതിങ്ങനെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ. പക്ഷെ രാവിലെ ആ ചെടിയൊക്കെ വന്ന് ആ ഒരു സൺലൈറ്റിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി ശരിക്കും വേറെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ചെയ്ത 2 ക്രാഫ്റ്റും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.